2.5 പതിറ്റാണ്ടായി മലയാള സിനിമയിലെ തിരുത്തൽവാദിയാണ് വിനയൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഏറ്റവും ഉറക്കെ സംസാരിച്ചതിൽ ഒരാളും വിനയനാണ്. സംവിധായകൻ ശ്രീ വിനയൻ നമുക്കൊപ്പമുണ്ട്. സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന പ്രയോഗം പവർ ഗ്രൂപ്പ് എന്നതാണ്. താങ്കൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആരാണ് മലയാള സിനിമയിലെ മോസ്റ്റ് പവർ ഹോൾഡേഴ്സ്? ഞാൻ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ കാര്യം, ആദ്യ കാലം തൊട്ട് തന്നെ മലയാള സിനിമയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആ ടോപ്പിലിരിക്കുന്ന ആൾക്കാർ അവരുടെ ഇംഗിതത്തിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് എതിരെ വിലക്കുൾപ്പെടെയുള്ള നടപടികൾ എടുക്കുന്നതിനുമൊക്കെ തയ്യാറായിരുന്നു എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. പ്രിയനന്ദൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ പറഞ്ഞത് ലേബി കേട്ട് കാണും, പവർ ഗ്രൂപ്പ് ഉണ്ടെന്നത്. അത് എന്നത്തെ കാര്യമെന്നറിയോ? 2004 അന്ന് മാക്ട ഫെഡറേഷൻ ഇല്ല, അന്ന് ഈ ഫെഫ്ക ഇല്ല, ഒന്നുമില്ല, അമ്മയുണ്ട്. അപ്പം പ്രിയനന്ദൻ്റെ സിനിമ വിലക്കി. എന്താണ് റീസൺ? വിനയൻ്റെ ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ചു. ആ പൃഥ്വിരാജിനെ അത് മന്ദാരപ്പൂവല്ല, അത് മന്ദാരപ്പൂ എന്ന സിനിമയിൽ 6 ദിവസം ഷൂട്ട് ചെയ്തു പൃഥ്വിരാജും കാവ്യ മാധവനുമായിട്ട്. ഈ പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും അഭിനയിക്കത്തില്ല എന്ന് താരങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തെ കണക്കുള്ള ഒരു സംവിധായകൻ, കൊമേഴ്ഷ്യൽ സംവിധായകനല്ലല്ലോ പുള്ളി. ഞങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ സംവിധായകരെന്ന് ഞങ്ങളെ പറയാം. അദ്ദേഹമൊക്കെ ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എടുത്തും ഭയങ്കര ത്യാഗം ചെയ്തു. അങ്ങനെ 6 ദിവസം ഷൂട്ട് ചെയ്തൊരു പടം നിന്നുപോകത്തക്ക രീതിയിലൊരു പവർ ഉണ്ടെങ്കിൽ അതിനെ ഒരു പവർ കമ്മിറ്റി എന്ന് വിളിക്കാമല്ലേ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ 10-25 പേരാവും, അതിനകത്ത് 15 പേരാന്ന് ആരാ നോക്കിയാൽ മതി. മനസ്സിലായി? 15 എന്നുള്ള അക്കം നമ്മൾ കേൾക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി. ആരായി 15? അത് ഹേമ കമ്മിറ്റി പറഞ്ഞതാ. അതിനകത്ത് പിന്നെ പ്രധാനമായിട്ടും അമ്മയിലെ പവർ ഗ്രൂപ്പുണ്ട്, നിർമ്മാതാക്കളുടെ ഇടയിലുണ്ട്, മാക്ട ഫെഡറേഷൻ തകർത്തതിന് ശേഷം വന്ന ഫെഫ്കയാണ്. ആ ഫെഫ്ക ഉപയോഗിച്ചിട്ടാണല്ലോ അമ്മ എന്നെക്കെതിരെയുള്ള വിലക്കൊക്കെ നടത്തിയത്. അതിനകത്ത് നിർമ്മാതാക്കളുണ്ട്. ഇങ്ങനെ 2-3 സംഘടനപ്പെടുന്ന ആൾക്കാരുടെ പേരെണ്ണു വരുമ്പം ചിലപ്പോൾ 15 പേരൊക്കെ ആരാന്ന് നമുക്കറിയാൻ മേലെന്നേ ഉള്ളൂ. 10-20 പേരുടെ പേരൊക്കെ ഞാൻ വേണേൽ പറയാൻ, അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഈ 15 പേര്, അങ്ങനെ 10-20 പേരുടെ പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇല്ലേ? സൂപ്പർ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മലയാള സിനിമയിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് 2003 തൊട്ട് ഇന്നുവരെ ഏതെങ്കിലും സൂപ്പർ താരം പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആയിട്ടിരിക്കുകയാണ്. ഈ പവർ ഗ്രൂപ്പുകൾ വളരെ ശക്തമായി അക്കാലത്ത് ഈ ഫാൻസ് അസോസിയേഷനുകളെ നിലനിൽപ്പിനായി ഉപയോഗിച്ചിരുന്നു. പവർ ഗ്രൂപ്പുകൾ തീർച്ചയായിട്ടും ഫാൻസുകളെ ഉപയോഗിച്ചിരുന്നുള്ള സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ കൊണ്ട് ഈ വി ഹേറ്റ് വിനയൻ എന്നുള്ള പേജൊക്കെ ഉണ്ടാക്കിയിട്ട് അതുവഴി തന്നെ തേജോവധം ചെയ്യുന്ന ഒത്തിരി പണി ഇവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സിനിമകൾ, അതെൻ്റെ സിനിമകൾ മാത്രമല്ല, ഇവർ പരസ്പരം കൂവിത്തോപ്പിക്കുന്ന ഒരു ഭയങ്കര മോശമായ പ്രവണതയുണ്ടായിരുന്നു ഇവിടെ. അവർ പരസ്പരം പോലും, എൻ്റെ സിനിമകളെ കൂവുന്നത് വേറെ കാര്യം, അവർ പരസ്പരം പോലും കൂവും. ഒരാളുടെ പടത്തിനെ മറ്റൊരാൾ കൂവും. എൻ്റെ സത്യം എന്നുള്ള പടം വരുമ്പോൾ പൃഥ്വിരാജിൻ്റെ മുഖം കാണുമ്പം കൂവിക്കോട്ടെ, അത് അന്ന് ഇദ്ദേഹത്തെ ഇവർ കൂവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൻ്റെ ടൈറ്റിലുണ്ടല്ലോ, താങ്ക്സ് കാർഡ് വരുമ്പം കൂവും. താങ്ക്സ് കാർഡ് വരുമ്പം പൃഥ്വിരാജിൻ്റെ പടത്തെ കൂവിയിരുന്നു. അവിടുന്നാണ് അതിനെയൊക്കെ ഓവർകം ചെയ്താണ് പൃഥ്വിരാജോടും വരെ എത്തിയത്. നമ്മുടെ മലയാള സിനിമ ഈ ഫാൻസ് അസോസിയേഷനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഉപയോഗിച്ചു നമ്മുടെ സൂപ്പർ താരങ്ങൾ എന്നുള്ളൊരു വലിയ സംഭവമുണ്ട്. അതിൻ്റെ പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ വന്ന് ഇവിടം വരെ വന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാനായിട്ടൊരു നമ്മുടെ താരത്തിൻ്റെ അവസ്ഥ മാറുന്നെങ്കിൽ അതിന് അവർ തന്നെയാണ് വളം വിട്ടത്. മലയാള സിനിമയിലെ ഈ അപ്രഖ്യാപിത വിലക്ക് ആരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? വിലക്കെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യപരമല്ല, പരിഷ്കൃത സമൂഹത്തിന് പറ്റിയതല്ല. നമുക്കിപ്പോൾ അറിയാം എന്തെല്ലാം വിമർശനങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ ഉണ്ടാക്കാറുണ്ട്, ഇല്ലേ? രാഷ്ട്രീയക്കാർ തമ്മിൽ പരസ്പരം കലഹിക്കാറുണ്ട്, അവർ തമ്മിൽ വായിത്തോന്നിയതൊക്കെ പറയാറുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം അത്ര കൂടിപ്പോയാൽ അവർ മാനനഷ്ട കേസ് കൊടുക്കാറുണ്ട് ചിലപ്പോൾ, ഇല്ലേ? പക്ഷേ റേഷൻ കാർഡ് വെട്ടാറില്ലല്ലോ. ഇവിടെ റേഷൻ വെട്ടുകയല്ലേ ചെയ്തത്. അപ്പോൾ ആ റേഷൻ വെട്ടുന്നത് അതൊരു പരിഷ്കൃത സമൂഹത്തിന് പറ്റിയതല്ല. തിലകൻ ചേട്ടനെ കണക്കുള്ള ഒരു നടനെ വിലക്കി. അത് അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തെ വിലക്കി. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്?
കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധി അതിനെതിരെ ഉണ്ടായെന്നുള്ള ഒരു സത്യം. പക്ഷേ അന്ന് മീഡിയാസ് പോലും അത് വലിയ ചർച്ചയ്ക്കെടുത്തില്ല. ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിലാണ്. ഈ സർക്കാർ നിശ്ചയിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വളരെ വിശദമായിട്ടുള്ള പേജുകളിൽ ഞാൻ ഈ പറഞ്ഞ 137 തൊട്ടുള്ള പേജുകളിൽ പറഞ്ഞിരിക്കുകയാണ് ആ നടൻ വളരെ ഫേമസായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് പോലും ചെലുത്താൻ കഴിയുന്ന ഒരു മഹാനടനെ സിനിമയിൽ അഭിനയിക്കുന്ന നിന്ന് വിലക്കി. അത് ഒരു ഡയറക്ടറുടെ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ട്, ആ ഡയറക്ടർ ഞാനായിരിക്കില്ല, അതിനകത്ത് പേരൊന്നും എഴുതിയിട്ടില്ല, വിലക്കി. എന്നിട്ട് അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ അത് പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു ആത്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻറ്റ്, അദ്ദേഹത്തെ വിലക്കി. ആ പ്രസിഡൻ്റ് ഒരു നടനാണ്. ഇതൊക്കെ ഒരു ചൂണ്ടുവിലകയല്ലേ? അപ്പം അങ്ങനെ ഒട്ടും പരിഷ്കൃതമല്ലാത്ത ഒരാടെ കഞ്ഞിയിൽ കല്ലുവാരിയിടുന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കാമോ? ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മമ്മൂക്കയും മോഹൻലാലും ഇത് അറിഞ്ഞെങ്കിൽ അവർ സമ്മതിക്കാമോ? ഏതായാലും ലാലിപ്പോൾ പറയുന്നു അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞെങ്കിലും ഏതായാലും ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ അദ്ദേഹം നായകനായിരുന്നു. ആ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്നാണ് 2011 തിലകഞ്ചേട്ടനെ വിലക്കുന്നത്. ഇദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ, അദ്ദേഹത്തെ വേണമെങ്കിൽ നമ്മൾ സംഘടനയിൽ നിന്ന് മാറ്റാം, ഒഴിവാക്കിക്കോ, പക്ഷേ ഒരാടെ ജോലി അഡ്വാൻസ് കൊടുത്തെങ്കിൽ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഈ വിലക്കുകൾ വരത്തില്ലായിരുന്നു. ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സ്റ്റേണായിട്ട് പറയുകയാണ് ഇത്തരം വിലക്ക് പാടില്ല, ഇതല്ല സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് പിന്നുള്ള വിലക്കുകളും ഈ WCCയിലെ പെൺകുട്ടികളുടെ വിലക്കുകളും ഒന്നും ഉണ്ടാകത്തില്ല. രമ്യ നമ്പീശനോ അല്ലെങ്കിൽ പാർവതി തിരുവത്തോ ഒക്കെ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അത് നമ്മൾ എന്തിനാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത്?